Praise the Lord. Hallelujah. 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 അവരെ വിളിച്ചത് പ്രൈസ്. Hallelujah. Praise the Lord. Hallelujah. Hallelujah. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നതും കർത്താവിനെ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ബലമായി തീരട്ടെ. ബലഹീനമായി പോകാതെ ബലപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു സങ്കീർത്തനവുമായിട്ട് നിൽക്കാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പറയണ്ട എന്ന് വിചാരിച്ച് പറയുകയാണ്. പാസ്റ്റർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് അത്ര ഗൗനിച്ചില്ല. ഇന്ന് രാവിലെ കടന്നു വന്നപ്പോഴാണ് പാസ്റ്റർ ഇത് പറയുന്നത്. എങ്കിലും എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടത് ഒരു ദൈവവേദനയുടെ കടമയായതുകൊണ്ട് എനിക്കൊന്നും തിരിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർക്കുകയായിരുന്നു. അജി ബ്രദർ പ്രത്യേകം പറഞ്ഞായിരുന്നു കഥയൊന്നും പറയരുത്. ഈ കഥ ചില സമയത്ത് ചില കഥകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ചില സംഭവങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരാളിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ കാര്യമാണ്. സ്തോത്രം. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും. ഒരു വലിയ ഫങ്ഷൻ ദുബായിൽ നടക്കുകയായിരുന്നു. അവിടെ ഒരുപാട് പേര് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം ആ ഗ്രൂപ്പിലുള്ള ഒരാൾ വിചാരിച്ചു അവരെ പഠിപ്പിച്ചതായ മലയാളം മനസ്സിലാവും, അവരെ പഠിപ്പിച്ചതായ അധ്യാപകനെ കൂട്ടിക്കൊണ്ട് ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുവരണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അവർ കൊണ്ടുവന്ന് വളരെ വലിയ ഒരു പാർട്ടി അവിടെ നടത്തുകയാണ്. ഒരു വലിയ സെലിബ്രേഷൻ. അങ്ങനെ നടക്കുന്ന സമയത്ത് അതിൻ്റെ സംഘാടകരായ ഒരാൾ വന്നിട്ട് ഈ അധ്യാപകനെ പരിചയപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, നിങ്ങളെ ഒരു പക്ഷേ കേട്ട് കാണും ഈ കഥ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ഒരു ഗൾഫിലുള്ള അപ്പൻ്റെ ഒരു മകൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവൻ്റെ അപ്പൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ആ കുഞ്ഞിന് ഒരു വാച്ച് കൊണ്ട് കൊടുത്തു. അപ്പം ആ വാച്ച് കെട്ടിക്കൊണ്ടാണ് അവൻ അന്ന് വന്നത്. പക്ഷെ ഈ പയ്യൻ, ഈ സംസാരിക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ അവരോട് ചേർന്നൊരു വലിയ ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ പെട്ടെന്ന് ഈ ഇൻ്റർവെല് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ വാച്ച് കാണുന്നില്ല. നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളാണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചെന്ന് വരും. അപ്പം ഈ വാച്ച് നഷ്ടപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് ടീച്ചറോട് പറഞ്ഞു. സാറ് പറഞ്ഞു നമുക്ക് പരിശോധിക്കാം. ഹെഡ് മാസ്റ്റർ വന്നു. എല്ലാവരും വന്ന് ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, എന്തായാലും കൊച്ചു കുഞ്ഞുങ്ങളാണ്, പുറത്തൊന്നും പോയിട്ടില്ല. ഇന്നാണെങ്കിൽ ചിലപ്പോൾ അത് കട്ടെടുത്തിട്ട് വേറെ ആർക്കും കൊടുക്കാൻ പറ്റും. പക്ഷേ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിൽ തന്നെ ഈ വാച്ച് ഉണ്ട് അല്ലേ, ആരെങ്കിലും എടുത്തതായിരിക്കും. അങ്ങനെ ആ വാച്ച് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ണടച്ച് നിൽക്കണം. നിങ്ങളെല്ലാം കണ്ണടച്ച് നിൽക്കുമ്പോൾ അപ്പം നമുക്കറിയത്തില്ലല്ലോ ആരാണ്, നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഭാഷ പലപ്പോഴും പറയല്ലേ കണ്ണടച്ച് നിൽക്കാൻ. അതെ, അപ്പം കണ്ണടച്ച് നിൽക്കാൻ പറയുമ്പോൾ കണ്ണടച്ച് നിൽക്കണം. നമ്മൾ കണ്ണടച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പം വേറെ പലതും നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കണ്ണടച്ച് നിൽക്കാനായിട്ട് പറയും. അതിനെല്ലാവരും കൊച്ചുകുട്ടികളാണ്, അനുസരിക്കുന്നവരാണ്, നമ്മളെപ്പോലെ അനുസരിക്കാത്തവരല്ല. അവരെല്ലാവരും കണ്ണടച്ച് നിന്നു. അപ്പം അദ്ദേഹം ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. എവിടെ പരിശോധിക്കുന്നത്? ഈ പോക്കറ്റിലാണ് സാധാരണ നമ്മൾ എവിടെ വെക്കുന്നത്. അന്ന് നമുക്ക് കൊച്ചു കുട്ടികളായ സമയത്ത് നമുക്ക് ചെറിയ കൊച്ചു നിക്കറൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ പോക്കറ്റിൽ ആരും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അദ്ദേഹം ഇങ്ങനെ ഓരോന്നോരോന്ന് പരിശോധിച്ച് വന്നു. അന്ന് ഒരാളിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അതും എടുത്തിട്ട് അതിന് ശേഷം അത് ആ കുട്ടിക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ അന്നേരം ഈ പറയുന്ന മനുഷ്യൻ, ഇയാളൊരു വലിയ മനുഷ്യനാണ്, അയാൾ പറഞ്ഞു, എൻ്റെ പോക്കറ്റിൽ നിന്നാണ് അത് പിടിച്ചത്, ഞാനാണ് അത് കട്ടെടുത്തത്. പക്ഷെ എന്നിട്ടും സാറ്
ഞാനാണെന്ന് സാറിന് അറിയത്തില്ലായിരുന്നു. ഞാനായിരുന്നു ആ കള്ളൻ. അന്ന് ക്ലാസ്സിൽ നിന്ന് വാച്ച് കട്ട കള്ളൻ ഞാനാണെന്ന് സാറിന് അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, ഞാനും കണ്ണടച്ചുകൊണ്ടാണ് ഇതെല്ലാം നോക്കിയത്. ഒരു ചെറിയ ഒരു മെസ്സേജ് തരാൻ വേണ്ടി ഞാൻ പറയാം. അദ്ദേഹവും കണ്ണടച്ചുകൊണ്ടാണ് ഈ പരിശോധന എല്ലാം നടത്തിയത്. കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എൻ്റെ ക്ലാസ്സിലെ ആരും കള്ളരാകരുത്. ആ ഒരു ഹൃദയം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ആ വ്യക്തിയെ പിന്നെ കാണേണ്ടതാണ്, ആ കുഞ്ഞിനെ പിന്നെ കാണേണ്ടതാണ്. അത് ഏത് പോക്കറ്റിൽ നിന്നാണ് എടുത്തത്, ആരുടെ പോക്കറ്റിൽ നിന്നാണെന്ന് ഞാൻ അറിയണ്ട എന്നാണ് അധ്യാപകൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് നിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പരിചയപ്പെടുത്തി അത് ഞാനായിരുന്നു. എന്താ പറയാൻ ഉദ്ദേശിച്ചറിയാമോ? പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്, അല്ലേ? നമ്മൾ ആ കുറ്റബോധം വെച്ചുകൊണ്ട് ഇരിക്കേണ്ട കാര്യമില്ല. ദൈവം അത് കാണുന്നു. പക്ഷേ അത് മറ്റൊരാളുടെ മുമ്പിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം മിണ്ടാതിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ദൈവം കാണാതിരിക്കുകയല്ല, അവൻ അതിനെ മായ്ച്ചു കളഞ്ഞതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്നവർ, നമ്മൾ വലിയ ഗമയുള്ളവരായിട്ടല്ല, നമുക്ക് വലിയ പ്രൗഡ് ഉണ്ടായിട്ടുണ്ടല്ല. ഇന്ന് രാവിലെ ഇന്ന് ആരാധിച്ചതിപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ, നമ്മൾ പാടിയതുപോലെ ഈ പനിന്ത് കുനിന്ത് പാദം വിഴുന്ത് വായും കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആ സംഭവം ഉണ്ടാവണം. വായും കൊണ്ട് നമുക്ക് പാടാൻ പറ്റും, പക്ഷേ അത് കുനിഞ്ഞ് കർത്താവേ എൻ്റെ ഹൃദയം ഞാൻ ദൈവസ്ഥലത്തിൽ സമർപ്പിക്കുന്നു, ഞാൻ ആരോ ആയിക്കൊള്ളട്ടെ, ഞാൻ ആരോ. അവിടെയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിക്കുമായിരുന്നു, എത്ര കോയിൻസിഡൻ്റ് ആണ് നമ്മുടെ ആ കഴിഞ്ഞ പ്രാവശ്യം വെസ്ലി മാക്സൽ വന്ന് പറഞ്ഞപ്പം പാടിയ പാട്ടും ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവാഞ്ചലിസ്റ്റ് റോബർട്ട് റോയ് വന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹവും ഉപയോഗിച്ച അതേ കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അത് നമ്മളോടാണ്. ആസ് എ ചർച്ച് ഓഫ് ദ ലിവിങ് ഗോഡ്, ചർച്ചിനോടാണ് ദൈവം പറയുന്നത്. ദൈവം ഒരു കാര്യം 2 പ്രാവശ്യം പറയുന്നെങ്കിൽ നമ്മളത് ഏറ്റെടുക്കണം. ഒരു പ്രാവശ്യം പറഞ്ഞ് വിട്ടിട്ടുണ്ട്, പക്ഷേ ഇത് രണ്ടാമത് വീണ്ടും പറഞ്ഞിരിക്കുക, നിങ്ങളുടെ കിരീടം നിങ്ങൾ താഴെ വെക്കണം. താഴെ വെക്കാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നവർ ഹല്ലേലൂയ തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെക്കണം. ആരോ ആയിക്കോട്ടെ. ബാംഗ്ലൂരിലൊക്കെ ഉള്ള ചർച്ചിലൊക്കെ പൈലറ്റുമാർ വരെ ആരാധിക്കുന്നുണ്ട്. എം എ വർഗീസിന്റെ മോന്റെ ചർച്ചിൽ പൈലറ്റ് ആരാധിക്കുന്നുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാവരും ഒരുപോലാണ്. ലേബർ വേല ചെയ്യുന്നവനും ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ സെയിമാണ് സഹോദരങ്ങളെ. നമ്മുടെ ഈ പ്രൗഢിയൊക്കെ അങ്ങ് മാറ്റി വെക്കാം. ഇതൊക്കെ പോകാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു നിമിഷം മതി. ഹല്ലേലൂയ. അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുള്ളത്, ഹല്ലേലൂയ, ദൈവസന്നിധി നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് നിൽക്കുമ്പോൾ ദൈവദാസൻ ഇവിടുന്ന് കരങ്ങളെ അടിച്ച് പാടാൻ പറയുമ്പം ആർക്കും കരങ്ങളില്ലാത്തത് കൊണ്ടാണോ കരങ്ങൾ അടിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആരെയും കുറ്റം വച്ച് പറയുകയല്ല. നമുക്ക് ആരോഗ്യമുള്ളപ്പം നമ്മൾ കരങ്ങൾ അടിക്കണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് ആഗ്രഹം വരും. ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ആഗ്രഹം വരും, പക്ഷേ കൈ അടിക്കാൻ കൈ പൊങ്ങത്തില്ല. കൈ പൊങ്ങത്തില്ല. അതാണ് നമ്മുടെ അവസ്ഥകൾ. നമ്മൾ ആരാധിക്കാൻ ഇരിക്കുന്ന, ഞാൻ പറയാറുണ്ട്, നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ദേവദാസനാണ്, സോറി ഗോഡ്സ് കേട്ടോ, സൗദി അറേബ്യ ഞാൻ പറഞ്ഞ് നിർത്തിയേക്കുന്നത് കൊണ്ടാണ്. സൗദി അറേബ്യയിൽ നിന്ന് കടന്നു വന്നവരാരെങ്കിലുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവരെ കാണുമ്പോൾ അറിയാം. ഞങ്ങളുടെ യജുബാറിനോട് ചോദിച്ചു നോക്കി, നമ്മൾ സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലൊക്കെ ഞങ്ങൾ മാത്രമേ മുട്ടയിലിരിക്കത്തുള്ളൂ, അവിടെ ബാക്കിയുള്ളവരെല്ലാം സൗകര്യം പോലെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കും, കൈകുത്തിയിരിക്കും. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇരിപ്പിനകത്ത് അറിയാം ഇവൻ ദൈവത്തെ ആരാധിക്കാൻ വന്നതാണ്. അങ്ങനെ ഒരു ഐഡന്റിറ്റി സൗദി അറേബ്യക്ക് നേരത്തെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സഭയിലുള്ളവരെല്ലാവരും അവിടെ ഒരു മാതൃകയായിരിക്കും.
മാതൃക. ഹല്ലേലൂയ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഒരു സഹോദരൻ വന്നിട്ടുണ്ടെന്ന് സഭയിൽ ആരെങ്കിലും ഒന്ന് അനൗൺസ് ചെയ്താൽ തന്നെ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം ഈ പുള്ളിയാണ്. കാര്യം എന്താ അറിയാം, ആ പുള്ളിയുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം ഇയാൾ സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണ്. ഹല്ലേലൂയ. നിങ്ങളെ വേദനിപ്പിക്കാൻ പറയല്ല, നിങ്ങൾ മാറാൻ വേണ്ടി തന്നെ നിങ്ങൾ മാറണം. ഇവിടെ തന്നെ കരങ്ങളെ അടിച്ച് ആരാധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും, നമ്മൾ കൈകുത്തിയിരിക്കും. ദൈവമുള്ള പ്രിയമുള്ളവരെ, നമുക്ക് ആരോഗ്യം നൽകുന്ന ദൈവമാണ്. ദൈവം ആരോഗ്യം തരാം. ഇന്ന് നിനക്ക് നല്ലോണം ഇരിക്കാൻ പറ്റുന്നെങ്കിൽ നീ ഇരിക്കും. നിനക്ക് മുട്ട ഇരിക്കാൻ പറ്റുമെങ്കിൽ മുട്ടയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കുന്നു. റിയലി സ്പീക്കിംഗ്, എല്ലാം ഒന്നിനും കുറവില്ലാത്ത ഒരു സഭയായിട്ട് വേണം നമ്മുടെ സഭ വളരുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 5 വർഷം മുമ്പ് വന്നപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇപ്പോഴും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ റിയലി യു ഹാവ് ടു ചേഞ്ച്. ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ ഈ ദേവദാസന്മാരെ, നമ്മുടെ സൗണ്ട് എഞ്ചിനീയേഴ്സിനെയൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അവരൊക്കെ വളരെ ആത്മാർത്ഥമായി കരങ്ങളെ ഉയർത്തി കർത്താവിനെ ആരാധിക്കും, കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കും. പക്ഷേ അതിൻ്റെ ഇടയിലും ചിലരിപ്പോട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ എവിടെ പാടുന്ന പാട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു, പരിശുദ്ധരേ പരിശുദ്ധരേ നീ ഒരുവരെ പരിശുദ്ധരേ എന്ന് പാടുക. നമ്മൾ പാടുന്ന ഞാൻ അറിയാം, റിയലി നമ്മൾ ആ പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുക. എല്ലാത്തിനും ഒരു ഡിഗ്നിറ്റി ഉണ്ട്. നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ അടുത്തുള്ളിരിക്കുന്ന ഒരു മാനേജരെയോ നമ്മുടെ അടുത്തുള്ള സൂപ്പർവൈസറെ അല്ല, സകലത്തിൻ്റെ മീതെ വസിക്കുന്ന സർവശക്തനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അത് നമ്മൾ അകത്തോട്ട് കയറണം. അത് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ അലറി കൂവി കർത്താവിനെ സ്തുതിക്കും, അലറി സ്തുതിക്കും, ഉറക്ക സ്തുതിക്കും. നമുക്ക് എത്ര ശബ്ദം എടുത്ത് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ അതേ രീതിയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് മാത്രം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ പോരാ, ഒരു മാറ്റം വരണം. ഹല്ലേലൂയ. പണ്ട് ഞങ്ങൾ ഈ സഭയിൽ കടന്നു വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് കയറുമ്പോൾ, ഞാൻ പാസ്റ്ററോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ ചെയ്യായിരുന്നു, ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കൊരു പ്രത്യേക, നമുക്കറിയാം സംതിങ് നമ്മൾ ഇതിനകത്ത് സൂട്ടാവുമെന്ന് നമുക്ക് പേടിയാണ്. കാര്യം ഇതിനകത്തൊരു അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നമ്മളങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഞാനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക്, ഞാനൊക്കെ ആദ്യ സമയത്ത് വരുന്ന സമയത്തൊക്കെ ഇതിനകത്തോട്ട് കയറി കഴിയുമ്പം, കർത്താവേ ഞാൻ ഇതിനകത്ത് ഇരിക്കാൻ യോഗ്യനാണോ, എനിക്ക് ആത്മാവങ്ങ് ഇതാവുകയാണ്, എനിക്ക് കരച്ചിൽ വരുവാണ്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു സഭയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ സഭയ്ക്കകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു അശുദ്ധനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെടാത്ത ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മാറ്റവും തോന്നുന്നില്ല. കാര്യം ആത്മാവ് പ്രവർത്തിക്കണം, അകത്ത് പ്രവർത്തിക്കണം. നമ്മൾ അടുത്തിരിക്കുന്ന നമ്മളൊരാളെ കൊണ്ടുവരുവാണ്, ഞാനും കൈയടിക്കത്തില്ല, ഞാൻ കൊണ്ടുവരുന്ന ആളും കൈയടിക്കത്തില്ല. എടേ നിന്നെ നോക്കിയിട്ടില്ലേ അവനെന്തെങ്കിലും ചെയ്യേണ്ടത്. നമ്മളൊരാളെ വിളിച്ചുകൊണ്ട് വരുമ്പം നമ്മൾ ആത്മീയത്തിൽ മുന്നോട്ട് നിൽക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവനായിരിക്കണം. ഞാനൊരാളെ കൊണ്ടുവരുമ്പം അയാൾ ഒന്നിനും നോക്കുന്നത് എന്നെ ആയിരിക്കും, ഞാനില്ലേ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ആരാധിക്കാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹം അത് മനസ്സിലാക്കും? അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് അകത്തിരുന്ന് ഉറങ്ങാൻ പറ്റുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ വായൊക്കെ ഒന്ന് തുറന്നൊരു ഹല്ലേലൂയ പറ. നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവിന്റെ നാമം മാത്രം ഉയർന്നത്. ഹല്ലേലൂയ. ഇന്ന് പാടിയ പാട്ടിന്റെ ഒരു വരി ഞാൻ പാടാം. അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വരുമായിരുന്നു. You are my friend and you are my brother, even though you are a king. I love you more than any other, so much more than anything. You are my friend and you are my brother, even though you are a king. പ്രിയമുള്ളവരെ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നില്ല. നീ എൻ്റെ ബ്രദറാണ്, നീ എൻ്റെ ഫ്രണ്ടാണ്,
Even though you are a king, hallelujah. നമ്മൾ ആരാധിക്കുന്നത് hallelujah രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരിൽ പ്രഭുവായവൻ, ഓ ഉലകത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്. hallelujah. You are my friend and you are my brother, even though you are a king. I love you more than any other, so much more than you are my friend and you are my brother, even though you are a king. I love you more than any other, so much more than anything. My seed, to you alone may my spirit dare. You alone are my heart desire, and I long to worship thee. You alone are my friend, my seed. To you alone may my spirit